ദൈവനാമത്തിന് മഹത്വം. തിയോടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത? വൈ ഡിഡ് ജീസസ് ഡൈ ഓൺ ദ ക്രോസ്? എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്? പെട്ടെന്നുള്ള നമ്മുടെ ഉത്തരം, മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ മരണമായതുകൊണ്ട് ഒരു നിരപരാധി, പാപം ചെയ്യാത്തൊരു മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും പകരക്കാരനായി എല്ലാവരുടെയും പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിക്കുകയും ആ മരണം ദൈവത്തിന് പ്രസാദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി നിവർത്തീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ആശയമായി നമ്മൾ മുമ്പോട്ട് വെക്കാറുള്ളത്. അതിനെ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെൻറ്റ് തിയറി എന്ന് സാധാരണഗതിയിൽ തിയോളജിയിൽ പറയാറുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വ്യക്തമായി, കുറച്ചുകൂടെ ആഴമായി മനസ്സിലാക്കിയാൽ എന്താണ് ക്രൂശ് മരണത്തിൽ സംഭവിക്കുന്നത്? അത്തരത്തിൽ ദൈവത്തിൻ്റെ നീതി നിവർത്തീകരിക്കാൻ ഒരു മനുഷ്യൻ മരിക്കേണ്ടിയിരിക്കുന്നു. നിരപരാധിയുടെ മരണവും അല്ലെങ്കിൽ നിരപരാധിയുടെ രക്തം കണ്ട് അതിൽ പ്രസാദം തോന്നിയിട്ട് വേണമോ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങൾ ദൈവത്തിന് ക്ഷമിച്ചു കൊടുക്കാൻ? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ക്ഷമ എന്നുള്ളത് പോലും നിരുപാധികം സംഭവിക്കേണ്ടതല്ലേ? കണ്ടീഷൻസ് കൂടാതെ, വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുന്നതിനെയല്ലേ ക്ഷമ എന്ന് പോലും പറയുന്നത്. ഒരു പരിഹാരം സംഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന് പരിഹാരം വരുത്തിയതിന് ശേഷം ക്ഷമിക്കുന്നതിനെ ക്ഷമ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാ കുറെ കൂടെ ആഴത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ നമുക്ക് കാണാൻ കഴിയുക? നമ്മൾ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാഴ്ചപ്പാട്, അത് പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ കൂടെയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം പഴയ നിയമത്തിൽ മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി മൃഗങ്ങൾ ബലിയർപ്പിക്കപ്പെടുമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ ദൈവം ഒരു മൃഗത്തിൻ്റെ, അല്ലെങ്കിൽ മൃഗം മരിക്കുമ്പോൾ ആ മരണത്തിലൂടെ അവിടെ ഒഴിക്കപ്പെടുന്ന രക്തത്തിലൂടെ പ്രസാദിക്കപ്പെടുകയും, അല്ലെങ്കിൽ നീതി നിർവഹിക്കപ്പെടാനായിട്ട്, പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കാനായിട്ട് മനുഷ്യന് പകരക്കാരനായി ഒരാൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ അങ്ങനെയൊക്കെ കാണുന്നത്. എന്നാൽ പഴയ നിയമത്തിലെയും അതാണോ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്? പഴയ നിയമത്തിലെ മൃഗങ്ങളുടെ ബലിയർപ്പണം വാസ്തവത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നോ, അതോ മനുഷ്യനെ ദൈവിക വെളിപ്പാട്, യഥാർത്ഥത്തിൽ മനുഷ്യന് വരേണ്ടിയിരുന്ന അവസ്ഥയെക്കുറിച്ച്, മനുഷ്യന് വരേണ്ടിയിരുന്ന മാറ്റത്തെക്കുറിച്ച് മനുഷ്യനോട് പ്രസ്താവിക്കുകയായിരുന്നു? കാരണം ജെറമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഒരിക്കലും പൂർണ്ണ ഇഷ്ടത്തോടെ പറഞ്ഞിരുന്ന, ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യങ്ങളെ ആയിരുന്നില്ല ഇത്തരത്തിലുള്ള ബലിയർപ്പണം എന്നൊക്കെ യെരമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് പിതാക്കന്മാരെ ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരോട് മൃഗങ്ങളെ ബലിയർപ്പണത്തെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നേ ഇല്ല എന്നാണ് അവിടെ ദൈവം പറയുന്നത്. എന്താണ് നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ടത്? വാസ്തവത്തിൽ ഒരു മൃഗം ബലിയർപ്പിക്കപ്പെടുമ്പോൾ ദൈവം മനുഷ്യനോട് പറയാതെ പറയുന്നത്, ഇതേ രീതിയിൽ പാപം നിറഞ്ഞ നിങ്ങളുടെ ജഡം അവസാനിക്കപ്പെടണം. ഇപ്പൊ പാപത്തെ ദൈവം കാണുന്നത് ഒരു ലീഗൽ സെറ്റപ്പിൽ നിന്നേക്കാൾ വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഒരു നീതിന്യായ കോടതി എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് പാപം മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഒരു ജ്വരമായി, ഒരു വ്യാധിയായി, ഒരു രോഗമായി, ഒരു താഴ്ച വന്ന അവസ്ഥയായിട്ടാണ് ദൈവം കാണുന്നത്. അതിന് പരിഹാരം വരണമെങ്കിൽ ജഡം കൊല്ലപ്പെടണം. ആരെങ്കിലും മരിക്കുന്നത് കണ്ടിട്ട് തൃപ്തി അടഞ്ഞ് പിന്നീട് പാപക്ഷമ നൽകാൻ കാത്തിരിക്കുന്ന ദൈവം എന്ന കാഴ്ചപ്പാടിനേക്കാൾ, തകർച്ച വന്ന, വീഴ്ച വന്ന, പാപം വന്ന ജഡം അവസാനിക്കാതെ ഒരു പുതുജീവൻ സാധ്യമാകുകയില്ല എന്ന വെളിപ്പാടാണ് ബലിയർപ്പണത്തിൽ. വാസ്തവത്തിൽ അത് ബലിയർപ്പണത്തിൻ്റെ ആഴമായ അർത്ഥം അത് തന്നെയാണ്. പുതിയ നിയമത്തിൽ ആ രീതിയിലാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ മരണത്തെ, ക്രൂശിൽ മരിക്കുന്ന ദൈവപുത്രന്റെ ആ നിരപരാധി മരണത്തെ, ആ ക്രൂരതയെ കണ്ട് പ്രസാദിച്ചിട്ട് ക്ഷമിക്കുന്നൊരു ദൈവത്തെ അല്ല നമ്മളിവിടെ കാണുന്നത്. മറിച്ച് ക്രൂശിൽ എന്താ സംഭവിച്ചത്? നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്, കൊരിന്ത്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്, നമ്മുടെ ജഡത്തിൽ പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചു.
പാപത്തിന് ദൈവം ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് അവിടെ കാണുന്നത്. അപ്പൊ പാപത്തെ ശിക്ഷിക്കാൻ, പാപിയെ ശിക്ഷിക്കാനല്ല, പാപത്തെ ശിക്ഷിക്കാൻ ഒരു ജഡം, അല്ലെങ്കിൽ പാപം ജഡത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് ആ ജഡത്തിന് തകർച്ചയുണ്ടായത്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ജഡമാണ് ക്രൂശിൽ മരിക്കുന്നതെങ്കിലും ആ ജഡത്തിൽ ശിക്ഷ വിധിച്ചത് പാപത്തിനാണ്. പാപം അവിടെ തകർക്കപ്പെടുകയാണ്. മരണത്തിന് അവിടെ ശിക്ഷ വിധിക്കുകയാണ്. മരണമില്ലായ്മ ചെയ്യാൻ ഒരാൾ മരിക്കണമായിരുന്നു. ഇതാ നമ്മൾ യേശുക്രിസ്തു മരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരുവൻ മരിച്ചിരിക്കെ സകലരും മരിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ജഡത്തിന്റെ അവസാനം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജഡം അവിടെ മരിക്കുമ്പോൾ സകല മനുഷ്യരും അവിടെ ക്രിസ്തുവിൽ മരിക്കുകയാണ്. അതായത് പാപത്തിന്റെ ജഡം ക്രിസ്തുവേശുവിലൂടെ ക്രൂശിൽ തകർക്കപ്പെടുകയാണ്. അത് മുഴുവൻ മാനവരാശിയുടെയും അവസാനമാണ്. പാപത്തിൽ ജീവിച്ച മാനവരാശിയുടെ അവസാനമാണ്. പിന്നീട് നമ്മൾ യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭം, പുതുജീവന്റെ ആരംഭം. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനായി, അതായത് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം, മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി അവൻ പുറത്തു വരിക. അപ്പം മരണം അനിവാര്യമായിരുന്നത് ദൈവത്തിന് പ്രസാദിക്കാൻ, ദൈവത്തിന് മനുഷ്യനോട് ക്ഷമിക്കാൻ ഒരു നിരപരാധിയുടെ മരണം ആവശ്യമായിരുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഒരു പുതുജീവനിലേക്ക് പോകാൻ, മനുഷ്യരാശിക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെയും ദൈവിക പദ്ധതികളുടെ, ഭാവിയിലുള്ള ദൈവിക പദ്ധതികളുടെയും ഒക്കെ ഭാഗമായി നിൽക്കാൻ ഒരു പുതുജീവൻ സാധ്യമാകേണ്ടതിന് മരണം ആവശ്യമായിരുന്നു എന്നുള്ളതിൽ വേണം യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ. പാപത്തിനാണ് വാസ്തവത്തിൽ ജഡത്തിൽ ദൈവം ശിക്ഷ വിധിക്കുന്നത്. പാപത്തിന്റെ അവസാനമായിരുന്നു, ഒരു മറുവശം പറഞ്ഞാൽ മരണത്തിന്റെ മരണമായിരുന്നു ക്രൂശിൽ വാസ്തവത്തിൽ സംഭവിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ രക്തദാഹിയായ ഒരു ദൈവമായിട്ടോ, നിരപരാധിയുടെ മരണം വന്നതിന് ശേഷം മാത്രം ക്ഷമിക്കാതിരിക്കുന്ന ദൈവമായിട്ടോ കാണേണ്ടതിന് പകരം ക്രൂശ് മരണത്തെ കാണേണ്ടത് ജഡത്തിൽ പാപത്തിന് ശിക്ഷയേൽക്കുന്ന സ്ഥലം. The sin was condemned in the flesh. പാപത്തെ ജഡത്തെ തകർക്കാനായിരുന്നില്ല ദൈവത്തിന്റെ ഇഷ്ടം, മറിച്ച് പാപത്തെ തകർക്കുക. പക്ഷെ പാപത്തെ തകർക്കുന്ന കൂട്, അല്ലെങ്കിൽ പാപത്തെ ആവസിച്ചിരിക്കുന്ന, പാപത്തെ സ്വീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പാപത്തെ വഹിക്കുന്ന ഒരു കൂട് മാത്രമാണ് ആ ജഡം. അങ്ങനെയാണ് ആ ജഡവും അവിടെ തകർക്കപ്പെടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ജഡത്തിന്റെ തകർച്ചയല്ല, പാപത്തിന്റെ മരണം, അതാണ് ക്രൂശിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റിടത്ത് വായിക്കുന്നത്, പാപം അറിയാത്തവനെ ദൈവം പാപം ആക്കി. ക്രൂശിൽ യേശുവിനെ നമ്മൾ കാണുന്നത് പാപമാക്കപ്പെട്ട, പാപത്തിന്റെ പേഴ്സോണിഫിക്കേഷൻ. യേശു ഒരിക്കലും പാപിയായിരുന്നില്ല, പക്ഷെ യേശുവിനെ പാപമാക്കി. യേശുവിന്റെ ജഡം പാപം വഹിക്കുന്ന, സകല മാനവരാശിയുടെയും പാപം വഹിക്കുന്ന ഒരു കൂടാരമായി മാറി. അങ്ങനെ പാപമായി മാറിയ ക്രിസ്തു മരിക്കുന്നു. അതോടെ പാപത്തിന് അവസാനം വന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ക്രിസ്തുവേശുവിലൂടെ ദൈവം നമുക്ക് വേണ്ടി നിർവഹിച്ചത്. അല്ലാതെ രക്തദാഹിയായ, മരണം അനിവാര്യമായിരുന്ന, നമ്മോടടുക്കാൻ ഒരു നിരപരാധി മരിച്ചിട്ട് വേണം അവനോട് ക്ഷമിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ക്രൂരനായ ദൈവത്തെ അല്ല യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മൾ കാണേണ്ടത്. അത്തരത്തിലുള്ള വായനകൾ അവസാനിപ്പിച്ച്, അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അവസാനിപ്പിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ദർശനം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഈ ദിവസങ്ങൾ വീണ്ടും സ്പർശിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.